ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വ്യത്യസ്തത നിറഞ്ഞതും അത്ഭുതകരവുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളവും ഇവിടെയാണ്. തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരമായ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. ഇത് ശ്രീവരാഹത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെ നടക്കാവുന്ന ദൂരമേയുള്ളൂ. വിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ. വരാഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കേരളത്തിൽ വരാഹത്തിന് 3 ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. അതിലൊന്ന് എന്ന പ്രത്യേകതയും ഉണ്ട്. ശ്രീ വരാഹ രൂപത്തിലുള്ള വിഷ്ണുമൂർത്തിയെ ആരാധിക്കുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 5000 വർഷം പഴക്കമുണ്ട് എന്ന് കരുതുന്നു. ഇത് പ്രവേശന കവാടത്തിൽ നിന്നും കുറച്ച് പടികൾ ഇറങ്ങി വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേൽക്കൂര ചെമ്പ് തകിടുകൊണ്ട് മൂടിയിരിക്കുന്നു. പുറംഘടന ചതുരാകൃതിയിലാണ്. ശ്രീകോവിൽ വൃത്താകൃതിയിലും. മീനമാസത്തിലെ വരാഹ ജയന്തിയും പങ്കുനി ബ്രഹ്മോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ഭഗവാൻ വരാഹത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷം മാറും, ഭക്തർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നും വിശ്വാസം. രാവിലെ 5 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയും ആണ് നട തുറക്കുന്ന സമയം. പ്രധാന വഴിപാടുകൾ അർച്ചന, ഗണപതി ഹോമം, അഷ്ടോത്തരാർച്ചന, ത്രിമധുരം, പാൽപ്പായസം, തുലാഭാരം എന്നിവയാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് അമ്പലം കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ മുന്നിലായി വലിയ ക്ഷേത്രക്കുളവും കാണാം. ഈ ക്ഷേത്രക്കുളത്തിൽ ഓണസമയം വള്ളംകളി മത്സരവും നടക്കുന്നുണ്ട്. ബാക്കി നേർക്കാഴ്ചയായി